ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സഹകരണ മേഖലയിലെ സുപ്രധാന സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് തീവ്ര ഇടതുപക്ഷ അക്രമ സംഭവങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരും നാളുകളിൽ ഇന്ത്യയുടെ വളർച്ച അഭൂതപൂർവമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അപകടത്തിൽ മരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദിവാസി ദളിത് വിഷയങ്ങളിൽ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് കണ്ണൂരിൽ നടക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇംഗ്ലണ്ട് 7 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് എന്ന നിലയിൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒന്നിലധികം സുപ്രധാന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കും. 11 സംസ്ഥാനങ്ങളിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ നടക്കുന്ന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണത്തിന്റെ പ്രാരംഭ പദ്ധതി ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഈ സംരംഭത്തിന് കീഴിൽ ഗോഡൌണുകളുടെയും മറ്റ് കാർഷിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും നിർമ്മാണത്തിനായി രാജ്യത്തുടനീളം 500 PACSകൾക്ക് അദ്ദേഹം തറക്കല്ലിടും. സഹകരണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ചെറുകിട കർഷകരെ ശാക്തീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള സഹകർ സേ സമൃദ്ധി സംരംഭവുമായി യോജിപ്പിച്ച് രാജ്യത്തുടനീളമുള്ള 18,000 PACSകളിൽ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് തീവ്ര ഇടതുപക്ഷ അക്രമ സംഭവങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നക്സലിസത്തെ തടയുന്നതിനുൾപ്പെടെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതോടെ 10% കുറവാണ് ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകിയ പ്രാധാന്യത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വികസനത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നത്. സംസ്ഥാനങ്ങളുടെ വികസനവും കേന്ദ്രം പ്രാധാന്യത്തോടെ കാണുന്നുവെന്നും ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വരും നാളുകളിൽ ഇന്ത്യയുടെ വളർച്ച അഭൂതപൂർവമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന റൈസീന സംഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന് മാതൃകയാകും വിധത്തിലാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നത്. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ലോകരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങളാണ് പ്രതിധ്വനിക്കുന്നത്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിലും പൈതൃകത്തിലും അധിഷ്ഠിതമായ വികസനമാണ് നാം കൈവരിക്കുന്നത്. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം പോലുള്ള ആശയങ്ങളിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള വിധികളും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതായി ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ NTPCയുടെ 1600 മെഗാവാട്ട് ലാറ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷന്റെ 1ാം ഘട്ടം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. താപോർജ്ജ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. താപോർജ്ജ നിലയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ ചെലവിന് 15,800 കോടി രൂപയാണ് കണക്കാക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നിലയത്തിൽ നിന്നുള്ള 50% വൈദ്യുതി ഛത്തീസ്ഗഡിന് അനുവദിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, ദാമൻ ദിയു എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിലെ വൈദ്യുതി സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് പദ്ധതി സഹായകമാകുമെന്നും വൈദ്യുത മന്ത്രാലയം വ്യക്തമാക്കി. ബിലാസ്പൂർ ഉസ്ലാംപൂർ റെയിൽ മേൽപ്പാലം, ഛത്തീസ്ഗഡിലെ ഭിലായിൽ 50 മെഗാവാട്ട് റെയിൽവേ സോളാർ പ്ലാന്റ് എന്നിവയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. വികസിത് ഭാരത് വികസിത് ഛത്തീസ്ഗഡ് പരിപാടിക്ക് കീഴിൽ 5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുമായും ശ്രീ മോദി ഓൺലൈനായി സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മത്സ്യബന്ധനത്തിനിടെയുള്ള അപകടത്തിൽ മരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല. ന്യൂ ടൌൺ കൊൽക്കത്തയിലെ ബിസ്വ ബംഗ്ല കൺവെൻഷൻ സെന്ററിൽ 13ാമത് ഇന്ത്യൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് സർക്കാർ മുൻകൈയെടുത്തിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. PM ഗതിശക്തി പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഷിലോങ്ങിൽ നടന്ന വട്ടമേശ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ഗതിശക്തി പദ്ധതി വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളിൽ കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപാകെ ലഡാക്ക് സമർപ്പിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ലഡാക്കിലെ നേതാക്കളെ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചു. പുതുതായി രൂപീകരിച്ച 9-അംഗ ഉപസമിതിയുമായുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച കേരളത്തിൽ. തിരുവനന്തപുരത്ത് VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും ശ്രീ മോദി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദിവാസി ദളിത് വിഷയങ്ങളിൽ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ആദിവാസി ഊരുമൂപ്പന്മാരുൾപ്പെടെ പട്ടികവർഗ മേഖലയിൽ നിന്നും 500 പേരും പട്ടികജാതി മേഖലയിൽ നിന്നും 700 പേരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. പൊങ്കാല ഉത്സവത്തിന്റെ 8ാം ദിനമായ ഇന്നും ക്ഷേത്രത്തിലും പരിസരത്തും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ രാവിലെ 10:30 അടുപ്പ് വെട്ട് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ നാളെ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ വിശേഷപ്പെട്ട തങ്കഗോളകയും ആടയാഭരണങ്ങളും രത്നകിരീടവും മറ്റും വിഗ്രഹത്തിൽ ചാർത്തി ക്ഷേത്രനട തുറക്കും. രാത്രി 10:30 മണിവരെ മകം തൊഴുന്നതിന് അവസരമുണ്ടാകും. മകം തൊഴുന്നത് കുടുംബങ്ങളിൽ ഐശ്വര്യത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസം. വിവിധ പൊതുഗതാഗത സംവിധാനങ്ങളിലുടനീളം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കാൻ അംഗീകൃത ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകി. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം RBI പുറത്തിറക്കിയത്. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യം, വേഗത, ഡിജിറ്റൽ പേയ്മെന്റ് രീതികളുടെ സുരക്ഷ എന്നിവ ഈ നടപടി പ്രദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും രാവിലെ 11 തത്സമയം മൻ കി ബാത്ത് പരിപാടി ലഭ്യമാകും. വെസ്റ്റേൺ റെയിൽവേ ചീഫ് ഓഫീസ് സൂപ്രണ്ട് സഞ്ജയ് വഗേലയെ CBI അറസ്റ്റ് ചെയ്തു. കൈക്കൂലി കേസിലാണ് അറസ്റ്റ്. റെയിൽവേക്ക് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്വകാര്യ കമ്പനിയുടെ ബില്ല് മാറുന്നതിന് 50,000 രൂപ ആവശ്യപ്പെട്ടതായാണ് പരാതി. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് എന്ന ഭേദപ്പെട്ട നിലയിൽ. സെഞ്ചുറി നേടിയ ജോ റൂട്ടും ഒലി റോബിൻസണുമാണ് ക്രീസിൽ. ഇന്ത്യയ്ക്കായി ആകാശ്ദീപ് 70 റൺസ് വഴങ്ങി 3 വിക്കറ്റും മുഹമ്മദ് സിറാജ് 2 വിക്കറ്റും നേടി. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. വനിതാ പ്രീമിയർ ലീഗിന്റെ 2ാം പതിപ്പിന് ഇന്നലെ തുടക്കമായി. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് മത്സരത്തിന്റെ അവസാന പന്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ 8 സ്വർണവും 2 വെള്ളിയുമായി കർണാടക മെഡൽ പട്ടികയിൽ മുന്നിലെത്തി. 6 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവുമായി മഹാരാഷ്ട്ര 2ാം സ്ഥാനത്തും 4 സ്വർണവും 3 വെള്ളിയും 3 വെങ്കലവുമായി ഇന്ത്യൻ ആർമി 3ാം സ്ഥാനത്തുമാണ്. തായ്ലൻഡിലെ പട്ടായയിൽ നടക്കുന്ന പാരാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രമോദ് ഭഗത് ഫ്രാൻസിന്റെ മാത്യു തോമസിനെ പരാജയപ്പെടുത്തി സെമിയിൽ കടന്നു. സെമിയിൽ ഇന്ത്യയുടെ തന്നെ മനോജ് സർക്കാരിനെ അദ്ദേഹം നേരിടും. മിക്സഡ് ഡബിൾസ് മത്സരത്തിൽ പ്രമോദ് ഭഗത് മനീഷ രാംദാസ് സഖ്യം ജപ്പാനെ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു. സെമിയിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെ അവർ നേരിടും. റഷ്യയ്ക്കെതിരെ 500-ലധികം പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് അമേരിക്ക. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണത്തിലും പ്രതിഷേധിച്ചാണ് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സഹകരണ മേഖലയിലെ സുപ്രധാന സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് തീവ്ര ഇടതുപക്ഷ അക്രമ സംഭവങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരും നാളുകളിൽ ഇന്ത്യയുടെ വളർച്ച അഭൂതപൂർവമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അപകടത്തിൽ മരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദിവാസി ദളിത് വിഷയങ്ങളിൽ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് കണ്ണൂരിൽ നടക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇംഗ്ലണ്ട് 7 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് എന്ന നിലയിൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.